ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങാപ്പുളിയാണ് കേട്ടോ. കൊല്ലം സ്പെഷ്യൽ തേങ്ങ അരച്ച പുളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, കൊച്ചുള്ളി, പുളി. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ചുള്ളിയും പുളിയും ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള മുളക് പൊടി കുറച്ചിട്ടാൽ മതി, ഒരുപാട് എരി വേണ്ട. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ദാണ്ടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ചിട്ട്, ഈ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. കൊല്ലത്തൊക്കെ അനത്തിയെടുക്കുക എന്ന് പറയും കേട്ടോ. ചൂടാക്കി എടുക്കുന്നതിന് അനത്തിയെടുക്കുക, നമുക്കൊന്ന് അനത്തിയെടുക്കുക എന്ന് പറയും. അപ്പോൾ നമുക്ക് ഗ്യാസിനകത്ത് വെച്ച് നമുക്കൊന്ന് അനത്തിയെടുക്കാം. അപ്പോൾ തിളച്ച് പോവരുത്. തിളച്ച് പോയാൽ തേങ്ങ ഒരുമാതിരി പിരിഞ്ഞ കണക്ക് കിടക്കും. അപ്പോൾ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം കേട്ടോ. തീ ആദ്യം മൺചട്ടി ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, മൺചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി പതുക്കെ ഇളക്കി ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പുളി കൂടി എൻ്റെ കുഴപ്പമല്ല ഗൈസ്, അമ്മയുടെ കുഴപ്പമാണ്. ഞാൻ അമ്മയോട് പുളി വാങ്ങാൻ മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് പുളി വാങ്ങിത്തരാൻ മാത്രമേ പറഞ്ഞുള്ളൂ. പുളി കൂടുതലുള്ള പുളി വാങ്ങിച്ചത് അമ്മയുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. പുളി കൂടിയിട്ടുണ്ട്, സാരമില്ല. ഞാൻ ഇച്ചിരി ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസായി കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വാങ്ങി വെച്ചിട്ട് കടുക് വറക്കാം. അപ്പോൾ പാത്രം വെച്ചിട്ട് പാത്രം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ പൊന്നിൻ്റെ വിലയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നമുക്ക് കൊച്ചുള്ളി കടുക് വറക്കാനായിട്ട് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കറി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ കറി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബായ്.